ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ച സ്ഥിതിവിവരക്കണക്ക് വകുപ്പിലെ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി. ഷംജു BKക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി വകുപ്പ് ഡയറക്ടർ. 2.5 മാസത്തിന് ശേഷമുള്ള വകുപ്പുതല നടപടി ജനം TV വാർത്തയെ തുടർന്നാണ്. വിവരങ്ങളുമായി വി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, നമ്മൾ ഈ വാർത്ത നൽകിയതാണ്. അതായത് മറ്റാഘോഷങ്ങൾക്ക് ലൈക്ക് കൊടുക്കാൻ പാടില്ല, ആശംസിക്കാൻ പാടില്ല, എന്തൊക്കെയാണ് നമ്മൾ കേട്ടത്. ഒരു സാംസ്കാരിക കേരളം എന്നൊക്കെ അവകാശപ്പെടുന്ന ഇടത്താണ് ഇത്തരം നിരന്തരമായി വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിപ്പോൾ എന്താണ് നടപടി? തീർച്ചയായിട്ടും നിലവിൽ ഈ വായനാ ദിനത്തിനോടനുബന്ധിച്ചാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ നിലവിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങളെ വിദ്വേഷ പ്രചരണം നടത്തുന്ന തരത്തിലുള്ള ഒരു പരാമർശം ഷംജു BK എന്ന അവിടെയുള്ള ഒരു മുസ്ലിം വനിതാ ഉദ്യോഗസ്ഥയുടെ ഭാഗത്ത് ഉണ്ടായത്. ആ വായനാ ദിനത്തിൽ ക്രിസ്തുവിനെയും കൃഷ്ണനെയും അവഹേളിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ആ അവഹേളിച്ചത് സംബന്ധിച്ചുള്ള വാർത്തയാണ് ജനം TV സംപ്രേഷണം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് അവരുടെയുള്ള ജീവനക്കാർ തന്നെ വകുപ്പ് ഡയറക്ടർക്ക് പരാതി നൽകി. ചീഫ് സെക്രട്ടറിക്ക് NGO സംഘിൻ്റെ നേതൃത്വത്തിലും പരാതി നൽകി ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടി ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് ജനം TV ഈ ഒരു വാർത്ത പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി, പേരിന് എന്ന നടപടിയിലേക്ക് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നടപടിയെ വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, 2.5 മാസത്തിനു ശേഷം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് മാത്രമാണ് ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയും വിശദീകരണം തേടുമെന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും ഈ ഷംജു BKയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അവർ ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശം നടത്തിയതിന് പിന്നിൽ ഇവർക്ക് ഏതെങ്കിലും മറ്റു മതസംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണവും സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പ്രേക്ഷകർ മുന്നിലേക്ക് ഈ വാർത്ത എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് നിലവിലെ സാഹചര്യത്തിൽ പേരിന് മാത്രം ഒരു നടപടി എന്ന തരത്തിൽ ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഈ വിശദീകരണത്തിൽ ഏത് തരത്തിലുള്ള എത്ര ദിവസത്തിനകത്താണ് ഇതിൽ മറുപടി നൽകേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള ഒരു കൃത്യത ഈ ഡയറക്ടർ നൽകിയിട്ടില്ല. അങ്ങനെ പേരിന് മാത്രം എന്ന ഒരു വിശദീകരണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ഈ ഷംജു BK സംരക്ഷിക്കാനുള്ള ഒരു നടപടി തന്നെയാണ് നിലവിൽ ഇവരുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒപ്പം തന്നെ CPMന്റെ ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഷംജു BK എന്ന കാര്യത്തിൽ സംശയമില്ല. ആ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇവർക്കെതിരെ നടപടി ഉണ്ടാകാത്തത് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. എന്തായിരുന്നാലും നിലവിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിലടക്കം ഈ വിഷയം വലിയ ചർച്ചകളായ ഘട്ടത്തിലാണ് ജനം TV വാർത്ത നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേരിന് മാത്രം നടപടിയിലേക്ക് കടക്കുന്നത്. വരും ദിവസങ്ങളിൽ കർശന നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് NGO സംഘം വീണ്ടും രംഗത്തെത്തുന്നു. ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധവുമായി ഈ വിഷയത്തിൽ മുന്നോട്ടെത്തുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും ജനം TV വാർത്ത ആദ്യഘട്ടത്തിൽ ഫലം കണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പറയാൻ കഴിയുക. പക്ഷേ ഈ നടപടി, ഈ ഒരു നിലവിലെ കാരണം കാണിക്കൽ നോട്ടീസ്, അതിന് തുടർന്നുള്ള നടപടികൾ ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകുമെന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു. കൃഷ്ണരാജ്. വിനീഷ്, ഇത് മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥയാണ്. നോക്കൂ, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ തന്നെ ഇത്തരം പ്രവണതകൾ വെച്ചു പുലർത്തുന്നുവെങ്കിൽ ആ വകുപ്പിനെ, മേലുദ്യോഗസ്ഥരെ ഒന്നും ആർക്കും ഭയമില്ല എന്നല്ലേ? അതായത് കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് ഈ വകുപ്പ്, ഈ സംവിധാനം എന്നുകൂടിയല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും. കാരണം ഈ പ്രത്യേകിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികൾ അവർ പറയുന്ന നിലപാടുകളെ അല്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നതിനെ അംഗീകരിക്കുക അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് അവർക്കെതിരെ യാതൊരുവിധമായ നടപടിയുമില്ലാതെ മുന്നോട്ട് പോകുന്ന സമീപനം തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്.
ശക്തമാകുകയാണ്. ആ ശക്തമാകുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പേരിന് മാത്രം എന്ന നടപടിയിലേക്ക് കടക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന ഒരു വകുപ്പിൽ ഇത്തരത്തിലുള്ള മതവിദ്വേഷം പരത്തുന്ന ഒരു പ്രചരണം അത്തരത്തിൽ പരസ്യമായി തന്നെ ഈ ജീവനക്കാർക്കിടയിൽ നടന്ന വായനാ ദിനത്തിനോടനുബന്ധിച്ച് നടന്ന ഒരു പരിപാടിയിൽ ഇത്തരത്തിലൊരു വിദ്വേഷ പ്രചരണം ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങൾക്കെതിരെ നടത്തുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ. കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എന്നാണ് ജീവനക്കാർ ഇപ്പോൾ നമ്മോട് വ്യക്തമാക്കുന്നത്. എന്നിട്ട് പോലും നടപടി സ്വീകരിച്ചില്ല. അത് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നത്, പാർട്ടി നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഷംജു ബി.കെ. അതുകൊണ്ട് തന്നെയാണ് ഈ നടപടിയിലേക്ക് കടക്കാതിരിക്കുന്നത്. ഡയറക്ടർക്കും ഈ ഷംജു ബി.കെ ഭയമാണ് എന്നതാണ് ജീവനക്കാരുടെ ഉള്ളിലെ അടക്കം പറച്ചിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ അടുത്ത ബന്ധം ഈ നേതാക്കളുമായി അടുത്ത ബന്ധം ഈ നേതാക്കളുമായി ഉള്ളത് കൊണ്ട് തന്നെ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഇപ്പോഴും പ്രത്യേകിച്ച് ഇവരുടെ മേലുദ്യോഗസ്ഥർക്ക് ഭയമാണ് എന്നതാണ് ജീവനക്കാരുടെ അടക്കം പറച്ചിൽ. എന്തായിരുന്നാലും ഇതിൽ NGO സംഘ് കാര്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിയും ഇവരിൽ നിന്ന് വിശദീകരണം ചോദിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ചീഫ് സെക്രട്ടറിക്ക് വിശദീകരണം നൽകുന്ന ഘട്ടത്തിൽ നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നേക്കുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണം നടത്തിയ ഈ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഈ ജീവനക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് തന്നെയാണ് ജീവനക്കാർക്കുള്ളിലെ ആവശ്യം. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രിയുടെ വകുപ്പിലെ മുസ്ലിം ഉദ്യോഗസ്ഥക്കെതിരെ നടപടി വരുന്നു. പക്ഷേ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും ഇത് കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമോ എന്ന സംശയമാണ് വിനീഷ് മുന്നോട്ട് വെക്കുന്നത്. ജനം TV വാർത്തയുടെ പിന്നാലെയാണ് ഈ നടപടിയെങ്കിലും വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്.